ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റാണ് കേട്ടോ. വേറൊന്നുമല്ല, 40 വയസ്സിന് ശേഷം നമ്മളിൽ പലവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് താഴെ ഇരിക്കാൻ വയ്യ, താഴെ ഇരുന്ന് എഴുന്നേക്കാൻ വയ്യ, പിന്നെ സ്റ്റെപ്പ് കയറാൻ വയ്യ, പിന്നെന്താ നമ്മൾ ചമ്രം വിളഞ്ഞിരിക്കാന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഇരിക്കാൻ വയ്യ. അങ്ങനെ ഒത്തിരി ഈ കാലിൻ്റെ പ്രശ്നമായിട്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ. എല്ലാവർക്കും കാല് വേദന, കാല് കഴയ്ക്കുക, അങ്ങനെ മസിൽ കയറുക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരെ എനിക്കറിയാം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താണ് നമുക്കിതിനൊരു പ്രതിവിധി, എങ്ങനെ ഇതിനൊരു പ്രതിവിധി നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മുടെ വാർദ്ധക്യം ആരംഭിക്കുന്നത് കാലിൽ നിന്നാണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നോ, നമ്മുടെ കാലെന്ന് പറയുമ്പോൾ നമ്മുടെ വെയിറ്റ് താങ്ങുന്ന 2 തൂണാണ് ശരിക്കും പറഞ്ഞാൽ കാലല്ലേ. അപ്പോൾ ഈ കാലിൽ കൂടെ കാലിലെ മസിൽസിനെ പിന്നെ ആരോഗ്യവും ശക്തിയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ശരീരത്തിന് മൊത്തം ആരോഗ്യവും പിന്നെ ഫലമൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കാലുകൾ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദിനചര്യയായിട്ട് തന്നെ എടുക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കേട്ടോ. പിന്നെ നമ്മൾ കാലിനെ കുറിച്ച് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 70% നമ്മുടെ ശരീരത്തിലെ ഊർജം ചിലവാക്കുന്നത് കാലുകളിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ കാലിൻ്റെ നമുക്ക് ആ പ്രാധാന്യം മനസ്സിലായല്ലോ. പിന്നെ 50% നെർവ്സും ശരീരത്തിലുള്ളതിൽ 50% നെർവ്സും കാലിലാണ് ഉള്ളത്. പിന്നെ 50% ബ്ലഡ് വെസൽസ്, അതായത് രക്തക്കുഴലുകളും കാലിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പിന്നെ 50% ബ്ലഡ് ഒഴുകുന്നത്, ബ്ലഡ് ഫ്ലോ കേട്ടോ, നടക്കുന്നതും കാലുകളിലാണ്. ഇപ്പം മനസ്സിലായല്ലോ, കാലുകൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ല. കാലുവേദന എന്നൊക്കെ പറഞ്ഞ് വല്ല ഓയിൻമെൻറ്റൊക്കെ പുരട്ടി അല്ലെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കാല് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത തീർച്ചയായിട്ടും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയണത്. നമ്മുടെ കാല് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം. അതായത് നമ്മുടെ രക്തോട്ടം കൂടുന്നതിനും, കാല് ചലിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള നമ്മുടെ രക്തോട്ടം കൂടും അല്ലേ ശരീരത്തിൻ്റെ. അപ്പോൾ ശരീരത്തിൻ്റെ മെഷീനറിയൊക്കെ ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള, നമ്മളിപ്പോൾ ഒരാഴ്ച നമ്മൾ ഇങ്ങനെ എന്താ മടിഞ്ഞ് ഒന്നും ചെയ്യാതെ ഇരിക്കുകയോ കിടക്കുകയോ അല്ലെ വല്ല അസുഖം വന്ന് കിടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ 5% പേശികൾ ലോസായി നമുക്ക്, അതായത് മസിൽ ലോസ് സംഭവിക്കും നമ്മൾ കാലുകൾ അനക്കാതിരുന്നാൽ. അപ്പം നമ്മൾ ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ ഈ കാലുകൾ അനക്കാതെ നമ്മൾ രോഗാവസ്ഥയിലിരിക്കുക, അല്ലെ മടി പിടിച്ചിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ബാധിക്കും. ഇരിക്കലും എഴുന്നേക്കലും മാത്രമല്ല കേട്ടോ, മൊത്തം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അതുകൊണ്ട് കാലുകൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, കാലുകൾക്ക് എക്സസൈസ് കൊടുക്കുക. മെയിനായിട്ട് ഇപ്പം നമ്മൾ എല്ലാവരും പറഞ്ഞ കൈവീശി നടക്കുക അല്ലേ, നടക്കണം. അതുപോലെ സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നവർ സൈക്കിൾ ചവിട്ടണം. സ്റ്റെപ്പ് കയറിയൊക്കെ ഇറങ്ങണത് നല്ലതാണ് നമുക്ക്. സൈക്കിൾ ചവിട്ടുമ്പോഴും നല്ല രക്തോട്ടം കാലിന് കിട്ടും, അതുപോലെ നടക്കുമ്പോഴും നമുക്ക് കിട്ടും. പിന്നെ ഓടുക, അങ്ങനെയുള്ള എക്സസൈസ്, യോഗ, പ്രാണായാമം, അങ്ങനെയുള്ള ഒത്തിരി പിന്നെ എക്സസൈസുകൾ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിന് ബലം കിട്ടുമ്പോൾ അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും, ശരീരത്തിന് കരുത്ത് കിട്ടുന്നതിനും, ആരോഗ്യം കിട്ടുന്നതിനും എല്ലാത്തിനും ഈ മസിലിന് ബലം കിട്ടിക്കഴിയുമ്പോൾ എല്ലാ നമ്മുടെ ഇന്നർ ഓർഗൻസിനും എല്ലാം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും എല്ലാം ഭംഗിയായിട്ട്, അതായത് സുഗമമായി നടക്കുന്നതിന് കാലുകളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ, നമ്മുടെ മെയിനായിട്ട് 3 തരത്തിലുള്ള മസിൽസാണ് നമുക്കുള്ളത്. അതായത് നമ്മുടെ ബോണിലൊക്കെ ഉള്ള മസിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാല് നമ്മളെ നടക്കാനും ഓടാനും സ്റ്റെപ്പ് കയറാനും അതൊക്കെ, പിന്നെ നമ്മുടെ പോസ്റ്റർ റെഡിയായിരിക്കുന്നതിനൊക്കെ ബോണിലുള്ള മസിൽസാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വയറിലും ഇൻറ്റസ്റ്റൈനിലൊക്കെ കാണുന്ന മസിൽസാണ് വേറൊരു വിഭാഗം. പിന്നെ വളരെ സോഫ്റ്റായിട്ടുള്ള മസിൽസാണ് നമ്മുടെ ഹാർട്ടിൻ്റെ
ഒക്കെ പ്രവർത്തനത്തിന് വികസിക്കുന്നതിനും അതുപോലെ ചുരുങ്ങുന്നതിനും ഒക്കെ ആവശ്യം വളരെ സോഫ്റ്റ് മസിൽസാണ് ഹാർട്ട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ. അപ്പോൾ 3 തരം മസിലുണ്ട്. അപ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട മസിലാണ് ഈ ബോണിലുള്ള മസിൽ. അപ്പം നമ്മൾ അതനുസരിച്ച് ബോണിൽ നമുക്ക് പ്രോട്ടീൻ കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അതായത് മുട്ടയും പാലുൽപ്പന്നങ്ങളും അതുപോലെയുള്ള നമുക്ക് പ്രോട്ടീൻ ചെയ്യുന്ന നട്ട്സ് അങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കണം. പിന്നെ ബീഫ്, മീറ്റ് വർഗ്ഗമൊക്കെ കഴിക്കാം. പിന്നെ നമ്മൾ ഈ പച്ചക്കറി കഴിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ ഈ സോയ പോലുള്ളതും അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക കേട്ടോ. പഴവർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ കിട്ടത്തക്കവണ്ണമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യോഗ ചെയ്യണം, നടക്കണം, അതുപോലെ തന്നെ ഓടണം, സ്റ്റെപ്പ് കയറണം, സൈക്ലിങ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞല്ലോ. ചിലരെ സംബന്ധിച്ച് ഇതൊന്നും നടക്കില്ല. പ്രത്യേകിച്ച് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ഭയങ്കര മടിയാണ് ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന, അതായത് നമ്മുടെ സീനിയർ സിറ്റിസൺ ആയ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ എക്സസൈസുകളൊന്ന് കാണിച്ചു തരാമെന്ന്. ഇത് എൻ്റെ മാത്രം കണ്ടുപിടുത്തത്തിൽ ഞാൻ മാത്രം ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും പ്രയോജനമാവും. ഇത് ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്കിത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളത് കാണിച്ചു തരട്ടെ. അപ്പോൾ നിങ്ങളിതെല്ലാവരും എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന എക്സസൈസാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ മാത്രം ചെയ്യണതാണ്, എൻ്റെ ഐഡിയ ചെയ്യണതാണ് കാലിന് ബലം കിട്ടാനായിട്ട്. ആദ്യം തന്നെ ഈ കാലിങ്ങനെ നമ്മളിങ്ങനെ 2 കാലും മാറി മാറി ചവിട്ടും. അതൊരു 5 to 25 ടൈംസ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. 5 പ്രാവശ്യം തുടങ്ങിയാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ കാലും ഇങ്ങനെ ബട്ടക്സിലോട്ട് മുട്ടിക്കാൻ പാകത്തിന് ഇങ്ങനെ വളച്ച് ബട്ടക്സിലോട്ട് മുട്ടിക്കും കേട്ടോ. ഇതും ഒരു 25 ടൈംസാണ് ഞാൻ ചെയ്യുന്നത്. അടുത്ത എക്സസൈസ് നമ്മൾ മുകളിലേക്ക് വേണ്ട ഇങ്ങനെ ഓരോ കാലം എടുക്കും ഇങ്ങനെ ചെയ്യും. ഇതും നമ്മളൊരു 25 ടൈംസാണ് ചെയ്യുന്നത്. പിന്നെ ഓരോ കാലും ഇങ്ങനെ സൈഡിലോട്ട് കണ്ട ഇങ്ങനെ ഒരു 5 ടൈംസ് ചെയ്യണം. അതുപോലെ ഇങ്ങനെ ഒരു 5 ടൈംസ് ചെയ്യും കേട്ടോ. 5 to 25 ടൈംസ് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യണത് എന്താണെന്നോ, നമ്മൾ ഇങ്ങനെ കാല് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൊടയും 5 to 25 ടൈംസ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ സൈഡിലോട്ട് കൊടയും. അതും 5 to 20 ടൈംസാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ ഇരിക്കുമല്ലോ, ഇങ്ങനെ ഇരുന്ന് ഈ ഒരു നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. ഇത്രയാണ് ഞാൻ സാധാരണ എൻ്റെ കാലിൻ്റെ ബലം കൂട്ടാനായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്നും വേണ്ട. ഈ TV കാണുമ്പോഴൊക്കെ വെറുതെ ഇങ്ങനെ കാലിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ മതി. അത് തന്നെ വലിയൊരു എക്സസൈസാണ്. പിന്നെ കാലിങ്ങനെ പൊക്കുക, ഈ തമ്പിലിങ്ങനെ പൊങ്ങി നിൽക്കണതും നല്ലൊരു എക്സസൈസാണ്. എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ? ഓക്കെ എന്നാൽ എൻ്റെ ഈ ചെറിയ ചെറിയ എക്സസൈസുകൾ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്യണേ. നമുക്ക് ഇരുന്നും കൊണ്ട് ചെയ്യാവുന്നതാണ്, എത്ര പ്രായമുള്ളവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ കാണിച്ചെന്ന എക്സസൈസുകൾ ഇന്ന് തുടങ്ങണം കേട്ടോ. പിന്നെ ഇത് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന്, ഒരു 40 വയസ്സിന് ശേഷമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യണേ. അവർക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും ഈ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം. പിന്നെ എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.